ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കിലെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് നമ്മളിനി കാണാൻ പോവാ. 4 കളർ ഷെയ്ഡ്സ് ആണ്. ഒരു ബ്ലൂവിന്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, യെല്ലോ വരുന്ന ഷെയ്ഡ് ഉണ്ട്, വയലറ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു ഗ്രേപ്പ് പോലെ നിൽക്കുന്ന ഒരു ഷെയ്ഡ് ഉണ്ട്. ഇതേപോലെ ഫ്രഞ്ച് നോട്ട്സും ഉള്ള ഹാൻഡ് വർക്ക് ആണ്. അതിന്റെ ദാമൻ പോർഷനിലാണ് വർക്ക് കൊടുത്തേക്കുക. ഡീറ്റെയിൽസ് നോക്കാം. ഇങ്ങനെ വരും വർക്ക്. കുറച്ച് ഹെവി വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഫുൾ ഫ്രഞ്ച് നോട്ട്സും കൊണ്ടുള്ള വർക്കാണല്ലോ. അതായത് ദാമനിൽ ഇതുപോലെ ഫ്രഞ്ച് നോട്ട്സ് കൊണ്ട് തന്നെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ട് അതിങ്ങനെ പോയേക്കാണ് ആ വർക്ക്. ഫ്രഞ്ച് നോട്ട്സ് കൊണ്ടുള്ളത് ദാമൻ പോർഷനാണ് ഞാനിപ്പം കാണിക്കുന്നത്. ആക്ച്വലി ഇതിങ്ങനെയാണ് വരുന്നത്. ഇതുണ്ട്, ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഫ്രണ്ട് നെക്ക് കട്ടിയുള്ള സ്പേസ് കൊടുത്ത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ആ വർക്ക് തുടങ്ങുന്നത്. കുറച്ച് താഴെ നിന്നാണ് ആ വർക്ക് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ ഒരു പോർഷനിൽ നിന്നാണ് വർക്ക് തുടങ്ങുന്നത്. ഫുൾ ഫ്രഞ്ച് നോട്ട്സ് കൊണ്ടുള്ള ഓവർ അല്ലാത്തൊരു കാറ്റലോഗാണ് കാണുന്നത്. വളരെ ആ ഒരു സിൽവർ ഗ്ലിറ്ററി ലുക്ക് ഉണ്ട് ടോപ്പിന് വന്നിട്ട്. അതായത് പ്ലാറ്റിനം ക്രഷ് ആണല്ലോ ഫാബ്രിക്. ദുപ്പട്ട സെയിം ഫാബ്രിക്കിൽ തന്നെ അതിൻ്റെ ലോവർ പാർട്ടിലാണ് കുറച്ച് വിട്ട് കൂടിയ ടൈപ്പ് ദുപ്പട്ടയാണ് ഇത് പെയർ ചെയ്തേക്കും. അതിൽ വന്നിട്ട് ഇതേപോലെ വരും കേട്ടോ. ഇതേപോലെ തന്നെ സെയിം ടോപ്പിൽ കണ്ട അതേ ഫ്രഞ്ച് നോട്ട്സ് കൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുക. ഓവറോൾ ലുക്ക് സെക്കൻഡ് കളർ വന്നിരിക്കുന്ന ഡാർക്ക് വയലറ്റ് ഷെയ്ഡ്. പാറ്റേൺ സെയിം. ദുപ്പട്ടയുടെ എൻസിൽ നമ്മുടെ ആ ലക്നോവി വർക്ക് ഒക്കെ വരുന്ന ആ ഒരു സ്റ്റൈൽ, ഷിഫോണിൽ ഡാമനിലാണ് വർക്ക്. ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. ഫുൾ ഫ്രഞ്ച് നോട്ട്സും ഉള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. ഡാമൻ ആൻഡ് ടോപ്പ് ഹെവി ആയിട്ടുന്നുണ്ട്. ഒരു ഫ്ലവർ സ്റ്റൈലിലാണ് ഈ ഫ്രഞ്ച് നോട്ട്സ് കണക്ട് ചെയ്ത് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തേക്കുന്നത്. വിത്ത് സാൻഡൂൺ ആണ് ബോട്ടം. ഞാൻ അടുത്ത കളർ ഷെയ്ഡ് ഡീപ്പ് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ പാറ്റേൺ സെയിം വർക്ക് കാണാമെന്ന് വിചാരിക്കുന്നത്. ഫ്രഞ്ച് നോട്ട്സ് ആണ്. അത് സെൽഫ് ടോണിൽ എംബ്രോയിഡറി വരുന്ന പോലെ തന്നെ സെൽഫ് ടോണിൽ തന്നെ ഹെവി ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ടോപ്പ് ദുപ്പട്ട. ആൻഡ് ഇപ്പോഴത്തെ ഫാസ്റ്റ് മൂവിങ് ഫാബ്രിക്കും ആണ് ക്രഷ്ഡും അതുപോലെ പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക് ഒക്കെ. വിത്ത് ഇതേപോലെ ബോട്ടം 1480 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ആണ് ലാസ്റ്റ് കളർ വന്നിരുന്നുണ്ടോ. അതായത് ദാമൻ ബോർഡർ ഫ്രഞ്ച് നോട്ട്സും കൊണ്ട് ചെയ്തേക്കുന്നു, കണ്ടില്ലേ. ആൻഡ് അത് അപ്പർ പോർഷൻ വരെയും, അത് സെൻട്രൽ പോർഷനിൽ മാത്രമേ ഈ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാലൻസ് ചെറിയ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അതും നമ്മുടെ യോക്കിന്റെ ആ ഒരു കുറച്ച് പോർഷൻ താത്തിയിട്ടാണ് ആ വർക്ക് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഫുൾ വർക്കാണ്, നല്ല ഹെവി വർക്കാണ്. ഫ്രഞ്ച് നോട്ട്സും കൊണ്ടുള്ള ഹെവി ആയിട്ടുള്ള ഇങ്ങനെ ഒരു സ്റ്റാർ പോലത്തെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാണ് എൻ്റെ വർക്ക് വിത്ത് ദാമൻ ബോർഡർ. ദുപ്പട്ടയുടെ ഫാബ്രിക്കും സെയിം തന്നെ. സോ ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു ഇത് വന്നിട്ട് ഒരു ബ്ലൂ ഗ്രീൻ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കളറാണ്. എന്നാൽ ബ്ലൂ കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആണ്. ഇതിൽ ചെറിയൊരു ആന്റിക് ഫിനിഷും വരുന്നുണ്ട്. കുറച്ചും കൂടെ മുന്നേ കണ്ടതെന്നും കുറച്ചും കൂടെ ഇതിൽ ആ ഒരു ടൂ ടോൺ വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. പ്ലാറ്റിനം ക്രഷിലാണ് ടോപ്പും ദുപ്പട്ടയും വിത്ത് ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് സ്റ്റൈൽ വിത്ത് ദാമൻ ബോർഡർ. ആൻഡ് ബോട്ടം സെയിം കളറിൽ തന്നെ വരുന്ന സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് പെയർ ചെയ്തേക്കുക. 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് റേഞ്ച്. ഇത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. സോ ഈ കളക്ഷൻസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ ഫാസ്റ്റ് മൂവിങ് ടൈപ്പ് പാറ്റേൺസ് ആണ്. നമ്മുടെ ലക്നോവി തന്നെ അതിൻ്റെ തന്നെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഫ്രഞ്ച് നോട്ട്സ് കൊണ്ടാണ് ഇതിൽ ഫുള്ളും ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്